ഹൈറേഞ്ചിന്റെ തണുപ്പും ഇടുക്കിയിലെ മലകളും കുന്നുകളും അണക്കെട്ടുകളുമൊക്കെ തേടി വന്നിരുന്ന സഞ്ചാരികൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇവിടെ കൃഷിയിടങ്ങൾ തേടിയും വരുന്നു. പച്ചപ്പ് തിങ്ങിയ കൃഷിയിടങ്ങൾ സന്ദർശിക്കാനും ഇവിടെ കൂടാരമടിച്ച് താമസിക്കാനും മറുനാട്ടുകാർക്ക് താൽപ്പര്യം കൂടുതലാണ്. തദ്ദേശവാസികൾ ഇതിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങളും വർദ്ധിപ്പിച്ചു. മൂന്നാറിലടക്കം കൂടുതൽ പേർ ഫാം ടൂറിസത്തിലേക്ക് തിരിയുകയാണ്. വിനോദസഞ്ചാരികൾ റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലും മാത്രം താമസിക്കുന്ന ട്രെൻഡ് മാറി. നാട്ടിൻപുറത്തെ ഏതെങ്കിലും സാധാരണ വീട്ടുകാരോടൊപ്പം തനിനാടൻ ജീവിതം നയിക്കാൻ ദൂരെ നിന്ന് മനുഷ്യർ വരുന്നു. അവരെ സ്വീകരിക്കാൻ കൃഷിയിടങ്ങളും ഏറുമാടങ്ങളും ഒരുക്കിയിട്ട് തദ്ദേശവാസികളും കാത്തിരിക്കുന്നു. തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കൾക്കൊപ്പമോ ചുരുങ്ങിയ ചെലവിൽ നാടുകണ്ട് നല്ല ഭക്ഷണം കഴിച്ച് മടങ്ങാം. ദൈവത്തിൻ്റെ നാട് എന്ന് പറയുന്ന കേരളത്തിലെ മൂന്നാർ, അതുപോലെ ഇടുക്കി ജില്ലയുടെ എവിടെ ചെന്നാലും വളരെ വശ്യ മനോഹരമായ ഭൂപ്രകൃതിയും വെള്ളച്ചാട്ടങ്ങളും, അതിലെ ഓരോ പറമ്പിൽ കർഷകൻ്റെ പറമ്പിൽ ചെന്നാൽ പോലും വളരെ മനോഹരിതമായ രീതിയിലുള്ള ഭൂരിഭാഗം കർഷകരുടെ ഇടം അങ്ങനത്തെയാണ്. അപ്പോൾ ഇവിടെ ഫാം ടൂറിസം സർക്കാർ അതിൻ്റെ വികസനത്തിന് വേണ്ട ഒരുക്കങ്ങൾ അവർ ചെയ്തു കൊടുത്താൽ ഭാവിയിൽ ഇവിടുത്തെ കർഷകർക്ക് ഫാം ടൂറിസത്തെ കൂടെ ഇവിടുത്തെ പഠിച്ചു വരുന്ന ആളുകൾക്കാണേലും ചെറുപ്പക്കാർക്ക് തൊഴിലും അതുപോലെ നല്ലൊരു വരുമാനം, അതിൽ കൂടെ സർക്കാരിനും വരുമാനം കിട്ടുന്നതാണ്. വീടുകളുടെ ഒരു ഭാഗം സഞ്ചാരികൾക്ക് നൽകുന്നവരുമുണ്ട്. ചിലർ കൃഷിയിടങ്ങളിലൂടെ ജീപ്പ് സഫാരിക്കും സൗകര്യമൊരുക്കുന്നു. അധിക വരുമാനമായിട്ടാണ് കർഷകർ ഫാം ടൂറിസത്തെ കാണുന്നത്. വിലയിടിവും ഉൽപാദനക്കുറവും കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാകുമ്പോൾ കർഷകന് ഇതൊരു പുതിയ സാധ്യതയാണ്. വാഴയ്ക്ക് ചീര ഇടവിള എന്ന പോലെ കൃഷിക്കൊപ്പം ടൂറിസവും. കൃഷിയിടങ്ങൾ തീർക്കുന്ന സ്വകാര്യതയും പച്ചപ്പും കുളിരും മനോഹാരിതയും കൃത്യമായി വിനിയോഗിച്ചാൽ കൂടുതൽ കർഷകർക്ക് ഫാം ടൂറിസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താം. എങ്ങനെ സഹായിക്കാമെന്ന് സർക്കാരും ചിന്തിക്കട്ടെ. സി മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.